അക്രമകാരികളായ തെരുവ് നായ്ക്കളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നടപടിയെടുക്കാമെന്ന സുപ്രീം കോടതിയുടെ അനുകൂല വിധി വന്നിട്ടും അത് നടപ്പിലാക്കാൻ മടിക്കുന്ന പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും നിലപാടിനെതിരെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഫൗണ്ടേഷൻ രംഗത്ത്. അക്രമകാരികളായ തെരുവ് നായ്ക്കളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണെന്ന് വളരെ ആഹ്ലാദകരമായ ഒരു വിധി 2026 മെയ് 19 സുപ്രീം കോടതി പുറപ്പെടുവിക്കുകയുണ്ടായി. ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ എത്രത്തോളം പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ അക്രമകാരികളായ തെരുവ് നായ്ക്കൾക്ക് ദയാവധം നൽകി, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആരെയാണ് സമീപിക്കേണ്ടത്, ജനങ്ങൾക്ക് ഇവയെ ഉന്മൂലനം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു വ്യക്തത ഇതുവരെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും വരുത്തിയിട്ടില്ല. സ്കൂളുകൾ, കോളേജുകൾ, ബസ് സ്റ്റാൻഡുകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങൾ തെരുവുനായ മുക്തമാക്കാൻ അതത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതാണ്. അക്രമകാരികളായ നായ്ക്കളെ ദയാവധം നടത്തുന്നത് ഉൾപ്പെടെയുള്ള അടിയന്തര നടപടികളിലേക്ക് കടക്കാൻ അനുകൂല വിധി നിലവിലുണ്ടായിട്ടും അധികൃതർ ഇപ്പോഴും നിസ്സംഗത തുടരുകയാണെന്ന് സംഘടന കുറ്റപ്പെടുത്തി. ഈ കേസിൽ കഴിഞ്ഞ 3 വർഷമായി സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്ന് നിയമപോരാട്ടം നടത്തിയ മണ്ണാർക്കാട് ആസ്ഥാനമായുള്ള സംഘടനയാണ് HDEPF. സംഘടനയുടെ ട്രസ്റ്റി അംഗം അഡ്വക്കേറ്റ് ജുനൈ പാടത്ത്, സഹപ്രവർത്തകൻ KP സിംഗ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഈ നിർണായക വിധി സമ്പാദിച്ചത്. വിധി വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തെരുവുനായ ശല്യത്തിനെതിരെ തദ്ദേശ സ്ഥാപനങ്ങൾ അടിയന്തര നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാനാണ് സംഘടനയുടെ തീരുമാനം. ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കഴിഞ്ഞ 3 വർഷക്കാലമായി ഇന്ത്യയിലെ വിവിധ സംഘടനകൾക്കൊപ്പം ഈ കേസിൽ മണ്ണാർക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ എന്ന സംഘടനയിലെ ട്രസ്റ്റി അംഗമായ അഡ്വക്കേറ്റ് ജുനൈസ് പടലത്തും സഹപ്രവർത്തകനായ KP സിംഗും ഫൗണ്ടേഷന് വേണ്ടി സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ വിധി പ്രസ്താവനയിൽ പറയുന്ന വേറൊരു കാര്യം, ജനങ്ങൾ തിങ്ങിക്കൂടുന്ന ഇടം, സ്കൂള്, കലാലയങ്ങൾ, ബസ് സ്റ്റാൻഡ്, ഈ പരിസരത്ത് തെരുവ് നായ്ക്കൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതിന്റെ ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണെന്നും അവർക്ക് ജനങ്ങൾ ഒരു കാരണവശാലും ഭക്ഷണം നൽകേണ്ടതില്ല, അവയെ ഭക്ഷണം നൽകി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾക്കാണെന്നാണ് ഇതിൽ പറയുന്നത്. ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും സന്തോഷകരം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ മൊത്തം ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ മണ്ണാർക്കാട് നിന്ന് ഒരു സംഘടന കേസിൽ കക്ഷി ചേരുകയും അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തു എന്നുള്ളത് മണ്ണാർക്കാട്ടുകാർക്കും HDEP ഫൗണ്ടേഷൻ മെമ്പേഴ്സിനും വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇതുകൂടാതെ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്, എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഭരണസമിതി ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, ഈ കാര്യത്തിൽ അവർ എത്രയും പെട്ടെന്ന് ഒരു മീറ്റിംഗ് കൂടി ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനുതകുന്ന നടപടികളുമായി ഏറ്റവും പെട്ടെന്ന് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാവരിലേക്കും ഞങ്ങൾ ഉന്നയിക്കുന്ന നിർദ്ദേശങ്ങളും പരാതികളും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു ഹർജി ഞങ്ങൾ എത്രയും പെട്ടെന്ന് നൽകുമെന്ന് ഉറപ്പു നൽകുന്നു. എത്രയും പെട്ടെന്ന് ഞങ്ങളത് നൽകിയിരിക്കും. CCN മണ്ണാർക്കാട്.